നമസ്തേ, കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യ ചിന്തയുടെ ഒരു സമയമാണ്. കാര്യം രാമായണ മാസം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഹനുമാൻ സ്വാമിയുടെ സങ്കടമോചൻ എന്ന പേര് ലഭിച്ചതിൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സങ്കടമോചൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബാലൻ ബജരംഗനായിരിക്കെ സൂര്യനെ വിഴുങ്ങി ഇരുട്ട് വ്യാപിച്ചപ്പോൾ പ്രകാശവും ഇരുട്ടും ഒരുമിച്ച് ദാനം ചെയ്ത് സൂര്യൻ്റെ അഭാവത്തിൽ നിന്ന് എല്ലാ പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിച്ചു. അങ്ങനെ സങ്കടമോചനനായി. രണ്ടാമതായിട്ട് അദ്ദേഹം സീതയെ തേടി ലക്ഷ്മണനോടൊത്ത് സഞ്ചരിക്കുന്ന കാലത്ത് ചെന്ന കൂട്ടിക്കൊണ്ടുപോയി സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തിട്ടും സങ്കടമോചനനായി. പിന്നീട് അദ്ദേഹം ചെയ്തത്, സീതാദേവി ഒരുപാട് സങ്കടപ്പെടുന്നു. അശോകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന്, ശിംശിപ വൃക്ഷത്തിലിരുന്ന്, എവിടെ രാവണൻ്റെ രാജധാനിയായ ലങ്കയിൽ അവിടെ ചെന്ന് ദേവിയുടെ സങ്കടം തീർക്കാനും ഹനുമാന് സാധിച്ചു. എങ്ങനെ? അത് ദേവി ഇങ്ങനെ കണ്ണീരാക്കി മറ്റുള്ളവർ ദേവിയെ പീഡിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു, ദേഹോപദ്രവത്തിന് മുതിരുന്നു. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ദേവി സങ്കടപ്പെട്ട് അശോകവൃക്ഷത്തോടെ എനിക്കല്പം അഗ്നി തരൂ, ഞാൻ അഗ്നി ജ്വലിപ്പിച്ച് എൻ്റെ ദേഹം നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്ന സന്ദർഭത്തിൽ അത് കേട്ട ഹനുമാൻ സ്വാമി രാക്ഷസന്മാരെയൊക്കെ കൊന്നു കളഞ്ഞു എന്നാണ് പറയണത്. എന്നിട്ടോ ശരീരമൊക്കെ ചെറിയ രൂപത്തിലാക്കി, അതായത് എന്താ പറയണ്ടേ, ഒരു അടക്കപ്പക്ഷിയുടെയൊക്കെ പ്രാകത്തിൽ ചെറിയ ശരീരമാക്കി സീതാദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ആദ്യം തന്നെ ശ്രീരാമൻ്റെ മുദ്രാമോതിരം അങ്ങോട്ട് കൊടുത്തു. ശ്രീരാമൻ്റെ മോതിരം കണ്ടപ്പോൾ ദേവി അന്തം വിട്ടു. ആര്യപുത്രൻ ഇവിടെ എവിടെയുണ്ടല്ലോ, അല്ലാണ്ട് ഇപ്പോൾ ഈ മോതിരം എങ്ങനെ ഇവിടെ വരണേ എന്നാണ് ചിന്തിച്ചത്. പക്ഷേ ശ്രീരാമൻ ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തയച്ച മോതിരായിരുന്നു അത്. അത് കണ്ടു. അത് കഴിഞ്ഞ് രാമനാമം ചാടി ദശരഥൻ ശ്രീരാമൻ്റെ കഥ പാടി കേൾപ്പിച്ചു. സീതാദേവിയുടെ സങ്കടം തീർത്തു. വരും, ആര്യപുത്രൻ വരും, എൻ്റെ സ്വാമി വരും, അവിടത്തെ രക്ഷിച്ചു കൊണ്ട് പോകും എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ലങ്കാദഹനം നടത്തി അവിടുന്ന് പോന്നു. അപ്പം സീതാദേവിയുടെയും സങ്കടത്തിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങനെയും സങ്കടമോചനനായി. ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊരു സങ്കടം തീർത്ത കഥയാണ്. ആ കഥ ഞാൻ കവിതാശകലം, ഹിന്ദിയിലുള്ള ഹനുമാൻ ചാലീസയിലെ കവിതാശകലം എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ ഒന്ന് പാടി നോക്കാം. मान लग्यो उरी लक्ष्मण के तब, प्राण तजे सूद रावण मारो, लग वैद्य सुषेण समेत, तब गिरि रोनु सुबीर युपारो, आने सजीवन हाथ दई तब, लजे मीनू के तुम प्राण युबारो, कौन नहीं जानत है जग में, कौन नहीं जानत है जग में, कभी संगड़मोचन नाम तिहारो, कौन नहीं जानत है जग में, कभी संगड़मोचन നാമ തിഹാരോ. എന്താണ് ഈ കവിതാശകലത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ, ബനിലാഗ്യോ ഒരു ലക്ഷ്മണി കേത്തമ്പ്, ലക്ഷ്മണൻ്റെ നെഞ്ചിൽ ബാണം തറച്ചു. ഇന്ദ്രജിത്ത് അതിശക്തമായ ഒരു ബാണം അങ്ങോട്ട് തറച്ചു. അത് ലക്ഷ്മണൻ്റെ മാറത്ത് ചെന്ന് തറച്ചപ്പോൾ ലക്ഷ്മണൻ ബോധം കെട്ടു, മോഹാത്സ്യപ്പെട്ട് താഴെ വീണു. അപ്പോൾ രാവണപുത്രനായ മേഘനാഥൻ പ്രാണൻ ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ ലക്ഷ്മണന് വരികയാണ്. ബോധം മറിഞ്ഞു പോയി കഴിഞ്ഞു. അങ്ങനെയുള്ള സമയത്ത്
പറഞ്ഞു. ഇനി ഇതിൽ നിന്ന് വിഭീഷണനൊക്കെ പറഞ്ഞു, ഈ മോഹാലസ്യത്തിൽ നിന്നും ലക്ഷ്മണൻ ഉയർന്ന് എഴുന്നേൽക്കണമെങ്കിൽ വൈദ്യസുഷേന് വെച്ചാൽ വൈദ്യനായ സുഷേണൻ വന്ന് മരുന്ന് ഉണ്ടാക്കി കൊടുക്കണം. എന്നാലേ ഈ ബോധക്കേട് മാറി ലക്ഷ്മണന് ജീവൻ തിരിച്ചു കിട്ടും. അതിന് താമസം വന്നാൽ ലക്ഷ്മണൻ്റെ ജീവൻ അങ്ങ് പോവുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ വേഗം ജാമ്പവാൻ പറഞ്ഞു, വായുപുത്ര, അങ്ങ് കേട്ടില്ലേ, സുഷേണനെ എത്രയും വേഗത്തിൽ ഇവിടെ എത്തിക്കണം. എന്നാലേ ഇദ്ദേഹത്തിൻ്റെ രോഗം മനസ്സിലാക്കി മരുന്ന് നിശ്ചയിക്കാനാവുള്ളൂ. ഉടൻ തന്നെ ഈ ആഞ്ജനേയൻ ഈ ഇത് ചെയ്തിട്ട് അങ്ങ് പോയി. എവിടേക്ക് പോയി? ഈ സുഷേണൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞ് നടന്ന് എടുത്ത് പിടിച്ച് ഇവിടെ വരുമ്പോഴേക്കും സമയം അങ്ങ് പോവുമല്ലേ. ലക്ഷ്മണന് വല്ലതും സംഭവിച്ചാലോ? ഉടൻ തന്നെ ഹനുമാൻ എന്തു ചെയ്തു? അദ്ദേഹം നല്ല കരുത്തനൊക്കെയാണല്ലോ. അദ്ദേഹം സുഷേണനോട് കൂടി ആ സുഷേണൻ്റെ വീടങ്ങ് പൊക്കിയെടുത്തു. എന്നിട്ട് ലക്ഷ്മണൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് സുഷേണനോട് പറയും, നോക്കൂ ലക്ഷ്മണസ്വാമിയെ നോക്കൂ, പരിശോധിച്ചു നോക്കൂ. സുഷേണൻ വേഗം ഇറങ്ങിച്ചെന്ന് പരിശോധിച്ച് നോക്കി. എന്താ പറ്റിയേ? ഈ ശ്രീരാമനാണെങ്കിൽ ഇരുന്ന് കരച്ചിലോട് കരച്ചിൽ, തൻ്റെ അനുജന ഈ ബോധം പോയി കിടക്കണത്, എന്ത് ചെയ്യും? അപ്പോൾ സുഷേണൻ പറഞ്ഞു, ഇതിന് മരുന്നുണ്ട്. മരുന്നിൻ്റെ പേര് മൃതസഞ്ജീവിനി എന്നാണ്. പക്ഷെ അത് ദ്രോണപർവ്വതത്തിലാണ്. അവിടെ പോയി മരുന്ന് എത്രയും വേഗം പറിച്ചു കൊണ്ടുവരണം. രാത്രികാലങ്ങളിലും കൂടി പ്രകാശിക്കുന്ന ഇലകളാണ് ഈ മൃതസഞ്ജീവിനിയുടെ. അവിടെ പോവുക തന്നെ വേണം. കേട്ട പാതി കേൾക്കാത്ത പാതി ഹനുമാൻ ഒരൊറ്റ പൊഞ്ഞൊരു പോക്ക ദ്രോണപർവ്വതത്തിലേക്ക്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ മലയിലുള്ള ചെടികളൊക്കെ അങ്ങനെ രാത്രി മിന്നി പ്രകാശിക്കുക. ഇതിലിപ്പോൾ ഏതാ സഞ്ജീവിനി എന്ന് ആർക്കറിയാം? മൃതസഞ്ജീവിനി എന്ന് വെച്ചാൽ മരണത്തെ അതിജീവിക്കുന്ന ഔഷധമാണത്. ഹനുമാൻ സ്വാമി ഉടനെ എന്താണെന്നോ ചെയ്തേ, ആ വീരനായ അങ്ങ് ദ്രോണപർവ്വതം അങ്ങോട്ട് പൊക്കിയെടുത്തു. ആ പർവ്വതത്തോടു കൂടി സഞ്ജീവിനി എന്ന മരുന്ന് കയ്യിൽ ഒരു പർവ്വതത്തിൻ്റെ ഭാഗം അങ്ങോട്ട് എടുത്തും കൊണ്ട് പറന്ന് ലങ്കയിൽ വന്ന് ലക്ഷ്മണകുമാരൻ്റെ അടുത്ത് സുഷേണൻ്റെ അടുത്തായിട്ട് വച്ചു. വേഗം സുഷേണൻ ആ പർവ്വതത്തിൽ നിന്ന് മൃതസഞ്ജീവിനി അങ്ങോട്ട് കണ്ടെടുത്ത് അതങ്ങോട്ട് തിരുമ്മി പിഴിഞ്ഞ് അതിൻ്റെ ഒരു തുള്ളി അങ്ങോട്ട് നിറകയിൽ വീണുള്ളൂ. മൂക്കിലൊക്കെ അങ്ങോട്ട് തൊടിയിച്ചുള്ളൂ. ലക്ഷ്മണൻ ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർന്നെഴുന്നേറ്റു. എല്ലാവരുടെയും സങ്കടം മാറിയില്ലേ? അതാണ് പറയുന്നത്. രാവണപുത്രനായ മേഘനാഥൻ്റെ ബാണമേറ്റ് ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ടു വീണു. അപ്പോൾ ശ്രീഹനുമാൻ ലങ്കയിൽ പോയി സുഷേണൻ എന്ന വൈദ്യനെ വീടോടുകൂടി അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. വൈദ്യരുടെ നിർദ്ദേശപ്രകാരം ഈ മൃതസഞ്ജീവിനി മരുന്ന് അന്വേഷിച്ച് പോയി. അത് കണ്ടു ഏതാണെന്നൊന്നും മനസ്സിലായില്ല. ഉടൻ തന്നെ ആ പർവ്വതം അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. അതിൽ നിന്നും സഞ്ജീവിനി എന്ന ദിവ്യ ഔഷധം എടുക്കാൻ സുഷേണന് സാധിച്ചു. ലക്ഷ്മണന് വേണ്ട സമയത്ത് ചികിത്സ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു. അതിനാൽ അങ്ങേക്ക് സങ്കടമോചനൻ എന്ന പേര് ലഭിച്ചത്. അതാണ് ഈ വരികളിൽ പറയുന്നത്. ഈ മഹത്വം മനസ്സിലാക്കാത്തതായിട്ട്, അതായത് കോനഹി ആരുണ്ട് ഈ ലോകത്ത്, ജാനത് ഹേ ജഗ്മേ, ഈ ജഗത്തിൽ ഈ ഭൂമിയിൽ ഈ കാര്യം മനസ്സിലാക്കാത്തവരായിട്ട് ആരുണ്ട് എന്ന് പറഞ്ഞാൽ ആരുമില്ല. എല്ലാവർക്കും അറിയാം. ഹനുമാൻ സ്വാമി സങ്കടമോചനനായത് ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിച്ചു. രാമസേനയുടെ മുഴുവൻ ദുഃഖവും ശമിക്കുകയും ചെയ്തു അതോടുകൂടി. ഇനി ആ കവിതാശകലം ഇതാണ് ഈ സ്വാമിയുടെ 5ാമത്തെ സങ്കട മോചനനാകാനുള്ള കാരണം. ആ കവിത ഒന്നുകൂടെ കേട്ടോളൂ. बान लग्यो ഒരു ലക്ഷ്മിനിക്ക് തബ് പ്രാण तजे सुध रावण मारो
ലൈഗഹ് വൈദ്യസുഷേന സമേത് തബൈഗിരിദ്രോണു സുബീരു ഉപാരോ അനിസ ജീവന हाथ दबी तब लजमिन के तुम प्राण उपारो को नहीं जानत के जग में ഈ കാര്യം ഈ ലോകത്തറിയാത്തവരായിട്ട് ഈ മഹത്വം അറിയാത്തവരായിട്ട് ആരുണ്ട് കോനഹി ജാനത് കേ ജഗ് മേ കഭി സങ്കടമോചന നാമതിഹാരോ ഈ വാനരശ്രേഷ്ഠൻ സങ്കടമോചനൻ എന്ന പേരിന് അർഹനാവുകയും ചെയ്തു എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഈ കാരണവും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഈ കുട്ടികളൊക്കെ ഈ സങ്കടമോചനൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവരുടെ എല്ലാവിധ അവർക്ക് എന്തൊരാവശ്യം വരുമ്പോൾ, എന്തൊരു സങ്കടം വരുമ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടാൻ അവർ സങ്കടമോചനനെ ഭജിക്കട്ടെ. എല്ലാവർക്കും നന്ദി.